ഇതെന്തോരം വേർഡ്സാ നിനക്ക് ഈ വേർഡ്സ് ഒക്കെ ബൈഹാർട്ട് ഇരിക്കുന്നുണ്ടോ മനസ്സില്? ഇപ്പം ഇതെന്താ നമ്മൾ ചെയ്യുക? ഇത് പഠിക്കുവോ വേണം? നമുക്കെന്നെ ഇതിനെക്കുറിച്ചൊരു നല്ല ധാരണയുള്ള ഒരാളോട് സംസാരിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? എന്നാൽ നമുക്ക് സാറിനോടൊന്ന് ചോദിക്കാം അല്ലേ ഇതിനെക്കുറിച്ച്. സർ ഫ്രീ ആണോ? ഫ്രീ ആണ്, ചോദിച്ചോളൂ. സർ ഞങ്ങൾക്ക് ഈ ടേംസിനെ കുറിച്ച് കുറച്ച് ഡൗട്ട് ഉണ്ട്, എസ്പെഷ്യലി ഹിസ്റ്ററി റിലേറ്റഡ് ആണ്. എന്നിട്ട് സാറ് ഫ്രീ ആണെങ്കിൽ കുറച്ച് പറഞ്ഞു തരാൻ പറ്റുമോ? ഓക്കെ സാർ, അന്നേരം ഈ സമന്ത സിസ്റ്റം എന്ന് പറയുന്നത് എന്താ? ഈ ഹിസ്റ്ററിയിലും ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സിലും there are lots of terms are there, key terms are there, keywords are there. പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ പ്രിലിംസിൽ ടെർമിനോളജി സീരീസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് സോഫാർ കഴിഞ്ഞൊരു 10 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ കമ്മിങ് ടു ഹിസ്റ്ററി ഇൻ പർട്ടിക്കുലർ, ലോട്ട്സ് ഓഫ് ടേംസ് ആർ ദർ, എസെൻഷ്യൽ ജാർഗൻസ് ആർ ദർ വിച്ച് യു ഷുഡ് സ്കിപ്പ്. സമന്ത സിസ്റ്റം ഈസ് ആക്ച്വലി നമ്മുടെ ഒരു ആൻഷ്യന്റ് ഏർലി മിഡീവൽ കാലഘട്ടത്തിൽ ഇവിടെ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചാൽ ഈ പറയുന്ന സോക്കോൾഡ് റീജിയണൽ ഫ്യൂഡൽ ലോർഡ്സ് അവര് സെൻട്രൽ പവർ അല്ലെങ്കിൽ ഒരു എംപറർ അദ്ദേഹത്തിന്റെ ഒരു സോവർണിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിന് മിലിറ്ററി സർവീസസും ആനുവൽ ട്രിബ്യൂട്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിനോടൊപ്പം അവർ വെച്ചാൽ അവരുടെ റീജിയണൽ ബേസിസിൽ ഒരു കൺസിഡറബിൾ ഒരു ഓട്ടോണമി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെയുള്ള റീജിയണൽ ചീഫ്സിനെയാണ് സെയിം ടൈം ദേ ആക്സെപ്റ്റ് ദ സോവർണിറ്റി ഓഫ് ദ റൂളർ, ദേ പേ ദ ട്രിബ്യൂട്ട് ആൻഡ് മിലിറ്ററി സർവീസസ് എക്സെട്ര ഓർ സപ്പോർട്ട് എക്സെട്ര. At the same time, in their territory, they enjoy considerable autonomy. So, such സംവിധാനത്തെയാണ് നമ്മൾ സമന്ത സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുന്നത്. Okay, sir. So, ജഡ്ജിമാണി സിസ്റ്റത്തെ കുറിച്ച് is almost similar to this. അതും എന്താണെന്ന് വെച്ചാൽ ഒരു കാസ്റ്റ് ബേസ്ഡ് സോഷ്യൽ ഹൈറാർക്കി സിസ്റ്റം. ഈ ഹയർ വർണ്ണാസ് ലോവർ വർണ്ണാസ് ഡിവിഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഈ ലോവർ വർണ്ണാസ് എന്ന് വെച്ചാൽ ഹയർ വർണ്ണാസിന് ചില സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു ഇൻ എക്സ്ചേഞ്ച് ഓഫ് എന്താ പറയാ ഈ പറയുന്ന സോക്കോൾഡ് പേയ്മെന്റിനായിരിക്കാം. അപ്പൊ ഫോർ എക്സാമ്പിൾ ഹയർ കാസ്റ്റിലെ ആൾക്കാർക്ക് ലോവർ കാസ്റ്റിലെ ആൾക്കാർ ഇപ്പൊ ബാർബേഴ്സ് ബാർബേഴ്സ് ഉണ്ട്, വീവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സർവീസസ് അവര് ഹയർ കാസ്റ്റിന് പ്രൊവൈഡ് ചെയ്യുന്നു. അതൊരു സോഷ്യൽ ഹൈറാർക്കിയിൽ ഹയർ കാസ്റ്റിന് ലോവർ കാസ്റ്റ് ചെയ്തു കൊടുക്കുന്ന സർവീസസ് ആണ് in return for payments. So that judgment vyavasthiti അല്ലെങ്കിൽ judgment vyavasthiti, that is based on the caste order, the services provided to higher varnas by lower varnas. Okay sir, thank you. Sir, guild ne kuറിച്ച് guild എന്ന് പറയുന്ന കോൺസെപ്റ്റ് is basically ഒരു ancient times medieval timesലെ ഒരു കോർപ്പറേറ്റ് സംവിധാനമാണ്. ഒരു ട്രേഡ് യൂണിയൻ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു മെർച്ചന്റ് അസോസിയേഷൻ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പല ഈ പറയുന്ന വീവേഴ്സിനും അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സിനും അല്ലെങ്കിൽ ട്രേഡേഴ്സിനും മെർച്ചൻസിനൊക്കെ ഈ പറയുന്ന ഗിൽഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരേ സമയം ഒരു സെബിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നു, RBIന്റെ ഫംഗ്ഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കോർട്ട് ഓഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ ട്രേഡേഴ്സിന്റെ അവരുടെ എക്സ്പോർട്സ് ഇമ്പോർട്ട്സിന്റെ റൂൾസ് സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതൊരു ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു. അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നു, ഇൻട്രസ്റ്റിന്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സോക്കോൾഡ് എന്താ പറയാ ഇവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യുന്നു. അങ്ങനെ കുറെ ഫംഗ്ഷൻസ് ചെയ്യുന്ന ഒരു ട്രേഡ് യൂണിയൻ വ്യവസ്ഥിതിയായിട്ട് ഗിൽഡുകളെ വിശേഷിപ്പിക്കും. അന്നേരം ഇന്നത്തെ കാലത്ത് നമുക്കൊരു ട്രേഡ് യൂണിയൻ ആയിട്ട് കണക്ട് ചെയ്യാം. Obviously. Okay. So അഗ്രഹാര എന്ന് പറയുമ്പോൾ അഗ്രഹാര ഈസ് ആക്ച്വലി ഇറ്റ്സ് എ ടേം കണക്റ്റഡ് ടു ഇപ്പം നമ്മൾ എന്താ പറയാ അഗ്രഹാര ബ്രഹ്മദയ എന്നൊക്കെ പറയുന്നത് ലാൻഡ് ഗ്രാൻഡ്സ് അസൈൻ ടു ബ്രാഹ്മിൻസ്. ഇപ്പൊ ബ്രാഹ്മിൻസ് ഇൻ ജനറൽ അവർക്ക് കൊടുക്കുന്ന ലാൻഡ് ഗ്രാൻഡ്സിനെ ബ്രഹ്മദയ എന്ന് വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ അഗ്രഹാര എന്ന് പറയുന്നത് പ്രീസ്റ്റ്ലി ബ്രാഹ്മിൻസിന് കൊടുക്കുന്ന ലൈക്ക് ലാൻഡ് ഗ്രാൻഡ്സിനെ വിശേഷിപ്പിക്കാം. അതൊക്കെ ലാൻഡ് ഗ്രാൻഡ് പ്രാക്ടീസസ് ആണ്, ആൻഷ്യന്റ് ടൈംസിലെ ലാൻഡ് ഗ്രാൻഡ് പ്രാക്ടീസസ് ആണ്. നഗര ദ്രവിഡ വേസര സ്റ്റൈലോ ടെമ്പിൾ സ്റ്റൈൽസ് ആണ്, ടെമ്പിൾ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് ആണ്. ഇപ്പം നോർത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ സ്റ്റൈലിനെ നമ്മൾ നാഗര സ്റ്റൈലിനെ വിശേഷിപ്പിക്കുന്നു. പിരമിഡൽ ടവർ ഒക്കെ വരുന്ന സംവിധാനം അത് നാഗര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ. സൗത്തിലേക്ക് വരുമ്പോൾ ദ്രാവിഡ എന്ന് വിശേഷിപ്പിക്കുന്നു. അവിടെ നഗരയിൽ പിരമിഡ് അല്ല, നഗരയിൽ കോണിക്കൽ ടവർ ആണ്. ദ്രാവിഡയിൽ വരുമ്പോൾ പിരമിഡൽ ടവർ ആണ്. ഈ ബൗണ്ടറി വാളും വാട്ടർ ടാങ്ക് ഒക്കെ ദ്രാവിഡയിൽ വരുന്നു. വേഴ്സറ ഹൈബ്രിഡ് ആണ്, എന്ന് വെച്ചാൽ ഡെക്കാനി വേർഷൻ ആണ്. ഈ നാഗരന്റെയും ദ്രാവിഡന്റെ ഒക്കെ മിക്സ്ചർ ആണ് വേഴ്സറ സ്റ്റൈൽ. ഓക്കേ സർ. സർ സിൻക്രറ്റിസം സിൻക്രറ്റിസം ഈസ് എ കൾച്ചറൽ എന്താ പറയാ ഒരു കൊളാബാണ്. ഈ പറയുന്ന പല ടൈപ്പ് ഓഫ് റിലീജിയസ് ഐഡിയാസ്, ഇന്റലക്ച്വൽ ഐഡിയാസ്, ഫിലോസഫിക്കൽ ഐഡിയാസ്, അതിന്റെ ഒരു ബ്ലെൻഡിന് നമുക്ക് സിൻക്രറ്റിസം എന്ന് വിശേഷിപ്പിക്കാം. ഇപ്പം ആൻഷ്യൻ ടൈംസിലും മിഡീവൽ ടൈംസിലൊക്കെ ചില ആശയങ്ങളൊക്കെ റൂളേഴ്സ് എടുക്കുമ്പോൾ ഇപ്പോൾ ധമ്മ എന്നൊരു കോൺസെപ്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ദിൻ ഇലാഹി എന്നൊരു കോൺസെപ്റ്റ് എടുക്കുന്നു,
അപ്പൊ അത് റിലീജിയസ് ഐഡിയാസ്, കൾച്ചറൽ ഐഡിയാസിന്റെ ഒരു ബ്ലെൻഡിനെ നമുക്ക് സിൻക്രറ്റിസം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഓക്കെ സർ. സർ ഖർഖാന എന്ന് പറയുമ്പോൾ ഖർഖാനാസ് റോയൽ വർക്ക്ഷോപ്സ് ആണ്. ഇപ്പം ഡൽഹി സൽത്തനറ്റ്, മുഗൾസിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഈ റോയൽ പാറ്റനേജിന്റെ അണ്ടറിലുള്ള റോയൽ വർക്ക്ഷോപ്സിനെയാണ് നമ്മൾ ഖാർഖാനാസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ. ഖുദ്കഷ്ത എന്ന് പറയുന്നത് ഒരു ഫാമിംഗ് വ്യവസ്ഥിതി, കൾട്ടിവേഷൻ വ്യവസ്ഥിതി. അവിടെ ഒരു ഫാർമർ സ്വന്തം ലാൻഡിൽ കൃഷി ചെയ്യുന്ന വ്യവസ്ഥിതി, അത് ഖുദ്കസ്ത എന്ന് പറയുന്നത്. ഓക്കെ സർ. ചൗത്ത് ആൻഡ് സർദേശ് ടാക്സ് സിസ്റ്റം ആണ്. അതായത് മറാഠാസിന്റെ കാലഘട്ടത്തിൽ ശിവജി ദ ഗ്രേറ്റ് പോലുള്ള റൂളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടാക്സ് വ്യവസ്ഥിതിയാണ് ഈ ചൗദ് സദേശ്. അതായത് ഈ മറാഠ റെയ്ഡ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറാഠ സ്റ്റേറ്റിന് പുറത്തുള്ള ഒരു പർട്ടിക്കുലർ ടെറിട്ടറി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് കൊടുക്കേണ്ട നികുതിയാണ് ഈ പറയുന്ന ചൗദ്, 1/4 ഓഫ് ദ റവന്യൂ. ഇനി എവിടെയെല്ലാം അവരൊരു ഹെറിറ്ററി റൈറ്റ്സ് ക്ലെയിം ചെയ്യുന്നു, ദേ വർ സപ്പോസ് ടു പേ അഡീഷണൽ 10% ടാക്സ്, വിച്ച് ഈസ് സാദേശ്. അപ്പോൾ ചൗദും സാദേശ് ടാക്സസ് ലെവിഡ് ബൈ ദീസ് മറാഠാസ്. ഓക്കെ ഓക്കെ. നിനക്ക് കുറച്ച് ഡൗട്ട് നീ എഴുതി വെച്ചിട്ടില്ലേ, നീ അന്ന് സാറിനോട് ചോദിച്ചോ? അതേപോലെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച കുറച്ച് ടേംസ് ഉണ്ട്, അതോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ. ഫസ്റ്റ് ഓഫ് ഓൾ സെഗ്മെന്ററി സ്റ്റേറ്റ്. സെഗ്മെന്ററി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആക്ച്വലി നമ്മൾ ചോളാസിന്റെ ഒക്കെ കേസ് എടുക്കുമ്പോൾ അവിടെ വെച്ചാൽ രാജാവിന്റെ റിച്വൽ കിങ്ഷിപ്പ് അല്ലെങ്കിൽ സോവർണിറ്റി അതിന്റെ താഴെയുള്ള റീജിയണൽ റൂളേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം അതൊരു ഡീസെൻട്രലൈസ്ഡ് വ്യവസ്ഥിതിയാണ്. ഒരു സെൻട്രലൈസ്ഡ് സ്റ്റേറ്റിന്റെ നേരെ റിവേഴ്സിലുള്ള ഡീസെൻട്രലൈസ്ഡ് വ്യവസ്ഥിതിയാണ്. പക്ഷെ അവിടെ ഈ റീജിയണൽ റൂളേഴ്സ് ഒക്കെ രാജാവിന്റെ സോവർണിറ്റി ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ they exercise autonomy in their areas. That is segmentary state. Ritual kingship and sovereignty is accepted by these regional rulers, but at the same time they enjoy autonomy in their jurisdictions. അതുപോലെ വിഷ്ടി is kind of forced labor. ഗുപ്താസിന്റെ കാലഘട്ടത്തിലുള്ള ഫോഴ്സ്ഡ് ലേബർ വ്യവസ്ഥിതിയാണ് വിഷ്ടി എന്ന് പറയുന്നത്. അതുപോലെ ആണ് സതിമാന. ശതമന വ്യവസ്ഥിതി അത് ബേസിക്കലി കറൻസിയാണ്. ലേറ്റർ വേദി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ നിഷ്ക, ശതമനയൊക്കെ കറൻസി വ്യവസ്ഥിതിയാണ്. കറൻസി, പഞ്ചമാർക്ട് കോയിൻസ്. അതേപോലെ ഞാൻ നോട്ട് ചെയ്തിട്ടാണ് ഉപാസക. ഉപാസക ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, നമ്മുടെ ഈ ബുദ്ധിസത്തിലെ ലൈക്ക് ലേമൻ ഫോളോവേഴ്സിനെ നമ്മൾ ഉപാസക എന്ന് വിശേഷിപ്പിക്കുന്നു. ലൈക്ക് കോമൺ പീപ്പിൾ. പിന്നെ വരുന്ന ടേമാണ് ബഞ്ചാരാസ്. ബഞ്ചാരാസ് എന്ന് പറയുന്നത് ഒബിയസ്ലി ഏർലി മിഡീവൽ കാലഘട്ടത്തിലേക്ക് ഈ കാരവൻ ട്രേഡേഴ്സ് ഉണ്ടല്ലോ, കാരവൻ ട്രേഡ്, ലോങ് ഡിസ്റ്റൻസ് കാരവൻ ട്രേഡേഴ്സിനെ ബഞ്ചാരാസ് എന്ന് വിശേഷിപ്പിക്കുന്നു. അതേപോലെ അമത്യാസ് ആക്ച്വലി സിവിൽ സർവൻസ് ആണ്. അതായത് മൗര്യൻ കാലഘട്ടം, അർത്ഥശാസ്ത്രയിലൊക്കെ പ്രതിപാദിക്കുന്ന മൗര്യൻ കാലഘട്ടത്തിലെ ഈ ഏറ്റവും ഹയർ ലെവലിലുള്ള സിവിൽ സർവൻസിനെ നമ്മൾ, ഹയർ ഒഫീഷ്യൽസിനെ അമത്യാസ് എന്ന് വിശേഷിപ്പിക്കുന്നു. അതേപോലെ ഉപാരിക ഗുപ്ത കാലഘട്ടത്തിലേക്ക് പ്രൊവിൻഷ്യൽ ഗവർണേഴ്സ് ആണ് ഉപാരികാസ് എന്ന് പറയുന്നത്, പ്രൊവിൻസസിന്റെ ഗവർണേഴ്സ്. Another term ദിവാൻ-ഇ-ഇൻഷ. ഈ എന്താ പറയാ, നമ്മുടെ ഡൽഹി സൽത്തനറ്റ് കാലഘട്ടത്തിലേക്ക് റോയൽ കറസ്പോണ്ടൻസ് ഡിപ്പാർട്ട്മെന്റിനെ ദിവാൻ-ഇ-ഇൻഷ എന്ന് വിശേഷിപ്പിക്കുന്നു. അതുപോലെ വേറെ ടേമാണ് ദിവാൻ-ഇ-ബന്ധകൻ. ബന്ധകൻ ഈസ് സ്ലേവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്ലേവ്സ്, അവരുടെ റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, ജോബ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ലേവ് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ സ്ലേവ് ഡിപ്പാർട്ട്മെന്റിനെ ദിവാൻ-ഇ-ബന്ധകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അതേപോലെ ദിവാൻ-ഇ-കോഹി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്. Okay, thank you. So the terms are important for you. Please revise them nicely, especially the NCERT and standard reference books, and whatever the key terms in every subject, they are important for you. Revise them, understand their meanings. Gallant IAS, chasing your passion to ace.